ನೀರು ಫುಲ್ ಆಗಿದೆ ಈಗ. ನೀರು ಬರಲ್ಲ, ನೀರು ಕ್ಲಿಯರ್ ಆಗಿದೆ ಈಗ ಸ್ವಲ್ಪ. ನೀರು ಹೈಟ್ ಆಗಿ ಕಮ್ಮಿ ಬರ, ನೀರು ಮಾತ್ರ ಕ್ಲಿಯರ್ ಆಗಿದೆ. ಮೊನ್ನೆ ಆಗಿದ್ದಾವೆ ವರ್ಷದ ಕನ್ನಡಿಗೆ ನೀರು ತುಂಬ ಕ್ಲಿಯರ್ ಆಗಿದೆಲ್ಲ. ಮಳೆ ಬಂತ? ಆದ್ರೆ ಅದು ಗಿಡ ಇದೆಯಲ್ಲ, ಅದಷ್ಟು ಇದಿಲ್ಲ, ಸಣ್ಣ ಗಿಡ ಅದು. ನೋಡಿದ್ವಿ ಅದು ನಿನ್ನೆ ಫುಲ್ ಇದಾಗಿತ್ತು, ಅದು ವಿಡಿಯೋ ಮಾಡೋಕೆ ಆಗಲಿಲ್ಲ ನಿನ್ನೆ. ಅಲ್ಲಲ್ಲ, ವೈರ್ಗೆ ಆಗಿತ್ತ, ವೈರ್ ಕಟ್ ಆಗಿದೆ. ವೈರ್ ಇದೆಯಲ್ಲ, ವೈರ್ ಅಲ್ಲಿ ಕಟ್ ಆಗಿ ನೀರಲ್ಲಿದೆ. നമസ്തേ എല്ലാ കേരളക്കാർക്കാக ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ ഒരു 60 ദിവസമായി ഇപ്പം ഇവിടെ അർജുൻ്റെ അവസരത്തിൽ. ഇപ്പം അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് മൂന്നാളിലെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പം സിലിണ്ടറിനായിട്ട് ഇരിക്കും. ആ സിലിണ്ടറിനുണ്ട വീട്ടിൽ ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യ ಅವ್ರ വീട്ടുകാർ ಎಲ್ಲರೂ ಕಾತಿರಿಕ್ಕರು ഒരു സിലിണ്ടറിനെ കിട്ടിട്ട് അവരോട് തുണിയാകെ കിട്ടിട്ടെന്ന് ഒരു ಕಾರ್ಯ പണ്ണ. ഇപ്പം ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സർ വരണം കാണണം. ആ ഡ്രസ്സർ എങ്ങനെ വെള്ളം ചെയ്യും. പിന്നെ ഇവിടെ വെള്ളം നല്ല ഒരു 100% ക്ലിയറായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കാണാം. ഒരു സ്കൂബ ഡൈവിംഗ് അല്ല നല്ലതായിട്ട് അടിയിലുള്ള സെലക്ടറുണ്ട്, കാണാൻ നല്ല ഉണ്ട്. ആ മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് ഇപ്പോൾ ഒരു 10-11 മണിക്ക് ഇപ്പം ലോട്ടായിട്ട് അത് ಬರೋಣಾವಲ್ಲ ಡ್ರೆಸ್ಸರ್ ಉಳ್ಳು പാലത്തെ കട്ട അടുത്തുണ്ട്. പാലം ഉള്ളു പറഞ്ഞുകൊണ്ട് ഹൈറ്റ് ആവണം. ഹൈറ്റ് ആയ പിന്നെ വെള്ളം ഉള്ളു പറയുന്ന സമയത്തിൽ ನಮ್ಮ ಡ್ರೆಸ್ಸರ್ ಬರು. പിന്നെ നമുക്കിപ്പോൾ അനുമതി ഇല്ല. ഇപ്പം അനുമതി കൊടുത്താൽ എന്താ പറഞ്ഞാൽ ഇപ്പം വെള്ളം ക്ലിയർ ആയിട്ട് സമയത്തിൽ ഡ്രെസ്സർ അവസാനം എവിടെ ഞങ്ങൾ സ്ഥലം കാണിച്ച് അവിടെ പോകുന്നുണ്ട്. ಮೊದಲ ಬಾರಿ ಕೀഴെ പോയിട്ട് അവിടെ തിരക്കിൽ എന്താ പറഞ്ഞ് നേരത്തെ പോയിട്ട് അവസാനം കൊണ്ട് അവിടെ സെലിട്ടനാവട്ട് പിന്നെ ബണ്ടിൻ്റെ എന്തെങ്കിലും ഭാഗമാണ് കിട്ടുന്നത്. ഇപ്പം ക്ലിയർ ആയിട്ട് മെനഞ്ഞെല്ലാം ഒരുപാട് കളക്കിരുന്നു. ഇപ്പം ഒരുപാട് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് മാതിരി വെള്ളം. ഇപ്പോൾ നമുക്കൊരു ചാൻസ് കൊടുക്കണം. എന്താ പറഞ്ഞാൽ കീഴെ പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്രെസ്സർ ഇടണം. ഡ്രെസ്സർ ഒരുപാട് ഇട്ട പറഞ്ഞ് അവിടെ ഒരുപാട് കളക്ക് പറയും. കളക്ക് പറഞ്ഞ് പിന്നെ സെലിട്ടിന് അതിന് ഉള്ളിൽ പോയി കൂടിയേ പിന്നെ കാണത്തില്ല. ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ആൾക്കാർ അവിടെ നിൽക്കും. ഇപ്പം ഇത് നമ്മളെ നാട്ടുകാരാവട്ടെ ഇവിടെയുള്ള നാട്ടുകാരന് ആ ഡ്രെസ്സർ ആക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് ആ ചടിയിലിടുന്ന സമയത്തിൽ അതിലെ കൂട്ടി പോയാൽ പിന്നെ അറിയത്തില്ല. അതിന് നമ്മളെ ആൾ അവിടെ കണ്ടിപ്പായ ഒരു സെലിട്ടർ ആവട്ടോ അല്ല വണ്ടി കാണാൻ നല്ലതാവും. ഈ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോറി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മലപ്പക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? കണ്ടിപ്പാ എന്താ പറഞ്ഞാൽ നമ്മളൊരു കയർ പിന്നെ നിന്ന സ്ഥലത്തിലൊരു അടയാളമുണ്ട്. ആ സ്ഥലത്തിൽ ನಾವು നോക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലെങ്കിൽ വീട്ടിൽ നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ, ഹോട്ടലൊരു മണ്ണ് വീണല്ലേ, ആ സ്ഥലത്തിലും നോക്കും. 2 സ്ഥലത്തിലും നോക്കിയാൽ മാത്രമേ നമ്മളെ വണ്ടി എവിടെ ഉണ്ടെന്ന് അറിയൂ. എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റലിനെ പക്ഷേ ഈ നേരത്തെ ഒരു ഹോട്ടലിരുന്നല്ലേ അതിൽ അടിഭാഗത്തിൽ പറഞ്ഞിരുന്നത് അവിടെയെല്ലാം മണ്ണ് വീണിട്ടുണ്ട്. അതിനെ എടുക്കുന്നത്. പിന്നെ വെള്ളത്തിലെ അടിയിൽ ഒരു 10-20 അടിയിൽ അവിടെ കയറുണ്ടല്ലോ, ആ അടിഭാഗങ്ങളിൽ നോക്കണം ആ വണ്ടി ഉണ്ടാകുന്നത്. താങ്ക് യു. ശരി വരെ ഇറങ്ങി. ಓಕೆ, ನಮಸ್ತೆ ಸ್ನೇಹಿತರೆ, ನಾನು ನಿಮ್ಮ ಪ್ರೀತಿಯ ಈಶ್ವರ್ ಮಲ್ಪೆ. ಈಗಾಗಲೇ ನಾವು ಅಂಕೋಲದ ಶಿರೂರು ಗುಡ್ಡ ಕುಸಿತ ಹತ್ತಿರ ಇದ್ದೇವೆ. ಯಾಕೆಂದ್ರೆ ನೋಡಿ ತುಂಬ ಲೋಟೈಡ್ ಆಗಿದೆ. ಇಲ್ಲಿನ ನೀರಿನ ಬಣ್ಣ ಸಹ ತುಂಬ ತಿಳಿಯಾಗಿದೆ. ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲಲ್ಲಿ ಹೇಗೆ ನೀರಿರುತ್ತೆ ಆ ಥರ ಆಗಿದೆ. ಯಾಕೆಂದರೆ ತುಂಬ ಕ್ಲೀನ್ ಆಗಿದೆ. 100ಕ್ಕೆ 100% ಕೆಳಗಡೆ ಏನಿದೆ ಏನಿಲ್ಲ ಅಂತ ಎಲ್ಲ ಗೊತ್ತು. ಯಾಕೆಂದರೆ ಮುಂಚೆ ಬರುವಾಗ ನಾವು ಯಾವ ಥರ ಕೆಂಪು ಬಣ್ಣ ಮಿಶ್ರಿತವಾಗಿದೆ, ಈಗ ಎಲ್ಲ ತಿಳಿಯಾಗಿದೆ. ಇಲ್ಲಿ ನಮಗೆ ಈಗ ಡ್ರೆಸ್ಸರ್ ಬರ್ತಾ ಉಂಟು. ಈ ನಮ್ಮ ಸೇತುವೆ ಬುಡದಲ್ಲೇ ಉಂಟು. ಈಗ ಒಳ ಬರಲಿಕ್ಕೆ ಲೋ ಟೈಡ್ ನೀರು ಕಮ್ಮಿ ಇದೆ. ಹೈ ಟೈಡ್ಗೆ ನೀರು ಮೇಲೆ ಬರುವಾಗ ಬರ್ತದೆ. ಇಲ್ಲಿಗೆ ಬಂದು ಮೊದಲನೇಗೆ ಇಲ್ಲಿ ನಾವು ಅವರು ಡ್ರೆಸ್ಸಿಂಗ್ ಮಾಡಲಿಕ್ಕೆ ಶುರು ಮಾಡ್ತಾರೆ.
ಆದರೆ ತುಂಬ ನೀರು ಕಮ್ಮಿ ಇದೆ. ಅದರಿಂದ ನಾವು ತೋರಿಸಿದ ಜಾಗ ಸಹ ಹಗ್ಗ ಸಿಕ್ಕಿದ ಜಾಗದಲ್ಲಿ ಸಹ ತೆಗಿಬೋದು. ಆದರೂ ಸಹ ಮೊದಲನೇಗೆ ಒಂದು ಸ್ಕೂಬಾ ಡೈವಿಂಗ್ ಹಾಕಿ ನೆಲದಲ್ಲಿ ಭೂಮಿ ಅಡಿಯಲ್ಲಿ ಏನಿದೆ ಅಂತ ನೋಡ್ಬೋದು. ಯಾಕೆಂದರೆ ಈಗ ನೋಡಲಿಕ್ಕೆ ಕ್ಲಿಯರ್ ಆಗಿದೆ ಮುಂಚೆಗಿಂತ. ಯಾಕೆಂದರೆ 60 ದಿನಗಳ ಮೇಲ್ಪಟ್ಟಿದೆ. ನಮ್ಮ ಅರ್ಜುನ್ ಹಾಗೂ ಲೋಕೇಶ್ ಹಾಗೂ ಜಗನ್ನಾಥ್ ಅವರ ಮೃತದೇಹ ಸಿಗಿದೆ. ಈಗ ಹುಡುಕಾಡಲಿಕ್ಕೆ ತುಂಬ ಸೂಕ್ತವಾಗಿದೆ. ಅದರಿಂದ ನೀರು ಅಡಿಯಲ್ಲಿ ಮುಳುಗಿ ಸ್ಕೂಬಾ ಡೈವಿಂಗ್ ಹಾಕಿ ಅಲ್ಲಿ ಎಲ್ಲಾದರೂ ಸೆಲಿಟನ್ ಅಂದರೆ ಬಾಡಿಯ ಅವಶೇಷಗಳು ಸಿಕ್ಕಿದ್ರೆ, ಯಾಕೆಂದರೆ ಮೃತದೇಹ ಈಗ 60 ದಿನ ಆದಮೇಲೆ ಅದರ ಸೆಲಿಟನ್ ಮಾತ್ರ ಸಿಗ್ತದೆ. ಯಾಕೆಂದರೆ ಡ್ರೆಸ್ಸರ್ ಎಲ್ಲಾದರೂ ಹಾಕಿದರೂ ಸಹ ಹೊಡಿಯಾಗಿ ಅದರ ಒಳಗೆ ಹೋಗ್ಬೋದು. ಅದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಒಂದು ಸ್ಕೂಬಾ ಡೈವಿಂಗ್ ಹಾಕಿ ನೀರು ಅಡಿಭಾಗದಲ್ಲಿ ಹುಡುಕಾಡಿದರೆ ಒಳ್ಳೆಯದು. ಅದು ಅನುಮತಿ ಸಿಕ್ಕಿದರೆ ನಾವು ಖಂಡಿತವಾಗಿ ಮಾಡ್ತೇವೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು ಇಲ್ಲಿ ಬಂದಿದ್ದೇವೆ. ನಮಗೆ ಅನುಮತಿ ಕೊಟ್ಟರೆ ನಾವು ಸಹ ಹುಡುಕಾಡುವ ಪ್ರಯತ್ನವನ್ನು ಖಂಡಿತವಾಗಿ ಮಾಡ್ತೇವೆ.